ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തിരച്ചിൽ താൽക്കാലികമായി ഇന്നത്തെ തിരച്ചിൽ നിർത്തിവെച്ചിട്ടുണ്ട്. നാളെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ തിരച്ചിലിൽ 2 ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ലോറിയുടെ ടയറിന്റെ ഭാഗവും ഒപ്പം തന്നെ അതിന്റെ സ്റ്റിയറിംഗ് ഉൾപ്പെടുന്ന ക്യാബിൻ ഭാഗവുമാണ് കണ്ടെത്തിയത്. എന്നാൽ ഇത് രണ്ടും ലോറിയുടേതല്ല, അർജുന്റെ ലോറിയുടേതല്ല എന്നുള്ള സ്ഥിരീകരണമാണ് ലോറി ഉടമ മനാഫ് നൽകിയത്. നാളെ വീണ്ടും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ പുനരാരംഭിക്കും. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലും നാളെ പുനരാരംഭിക്കും. ഇന്ന് 6 മണിക്കുള്ളിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നിർത്തിവെക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും നിമിഷങ്ങൾക്കകം തന്നെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലും നിർത്തിവെക്കും. നാളെ വീണ്ടും ഈ തിരച്ചിൽ പുനരാരംഭിക്കും. നിർണായകമായ തിരച്ചിൽ തന്നെയാണ് ഇന്ന് ഉണ്ടായത്. 2 ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലം കേന്ദ്രീകരിച്ച് സോണാർ പരിശോധനയിൽ ലഭിച്ച സിഗ്നൽ ലഭിച്ച സ്ഥലം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ വാഹനത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചത്. ഈ സോണാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തു നിന്നും 100 മീറ്റർ മാറിയാണ് ഈ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുമാണ് ഈ ലോറിയുടേതെന്ന് കരുതുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ മനാഫിൻ്റെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ കൂടെ മനാഫ് വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നേരായ രീതിയിലല്ല നടക്കുന്നതെന്നുള്ള രീതിയിൽ മനാഫ് പ്രതികരിക്കുകയുണ്ടായി. ഈശ്വർ മാൽപ്പയെ രാവിലെ തന്നെ ഇവിടെ ഇറങ്ങി പരിശോധന നടത്താൻ അധികൃതർ അറിയിച്ചിട്ടില്ല. ശേഷം നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈശ്വർ മാൽപ്പയെ ഇവിടെ ഈ ഗംഗാവലി പുഴയിലിറങ്ങി പരിശോധന നടത്താനായി സമ്മതിച്ചത്, അനുവാദം നൽകിയത്. രാവിലെ തന്നെ പരിശോധന ആരംഭിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യമാണ് മനാഫ് പറഞ്ഞു വെക്കുകയുണ്ടായത്. ഒപ്പം തന്നെ അർജുൻ്റെ കുടുംബത്തിന് നൽകിയൊരു വാക്കിൻ്റെ പേരിലാണ് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഈ സ്ഥലത്തും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിനൊരു അർജുൻ്റെ കുടുംബത്തിന് താനൊരു വാക്ക് നൽകിയിട്ടുണ്ട്. അതിന് പ്രകാരം ഈ വാഹനം കണ്ടെത്തി നൽകുമെന്നുള്ള ദൃഢപ്രതിജ്ഞയിലാണ് ഈശ്വർ മാൽപ്പെ സ്ഥലത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ ലോറിയുടെ ഭാഗം, ഒരു വാഹനത്തിൻ്റെ ഭാഗമാണിത്. ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് അർജുൻ്റെ ലോറിയുടെ ഭാഗമല്ല എന്നുള്ള സ്ഥിരീകരണം മനാഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനാ ഫലങ്ങൾ ലഭിക്കുമ്പോൾ അർജുൻ്റെ വാഹനത്തിൻ്റെതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടാവും. ലോറിയുടെ മനാഫാണ് ഇത് അർജുൻ്റെ വാഹനത്തിൻ്റെതല്ല എന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരണം നൽകിയത്. നാളെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. ഈ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെ നാളെയും തിരച്ചിൽ പുനരാരംഭിക്കും. ഈശ്വർ മാൽപ്പെ സ്ഥലത്ത് നടത്തുന്ന ഒരു തിരച്ചിൽ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരാളിനെ കാണാതായ സമയം മുതൽ തന്നെ ഈശ്വർ മാൽപ്പെ തൻ്റെ രീതിയിലാവുന്ന എല്ലാ സഹായങ്ങളും ആ കുടുംബത്തിനടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മുങ്ങൽ പരിശോധനയ്ക്കായുള്ള അനുവാദത്തിനായി അവിടെ നിൽക്കുകയുണ്ടായി. എന്നാൽ പോലും അത് നൽകാത്ത ഒരു സാഹചര്യമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെയും ഇതുപോലെ തന്നെയായിരുന്നു. ഇതിനു മുൻപ് വാഹന പരിശോധന നിർത്തിവെക്കുന്ന ഒരു സമയത്തും ഈശ്വർ മാൽപ്പയ്ക്ക് സ്ഥലത്തേക്ക് ഇറങ്ങി പരിശോധന നടത്താനുള്ള അനുമതി അധികൃതരുടെ ഭാഗത്തു നിന്നും നൽകിയിരുന്നില്ല. അതിനായി അവർ പറഞ്ഞിരുന്നത് സ്ഥലത്ത് ഈ പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണെന്നും കാലാവസ്ഥ അനുകൂലമല്ല എന്നുള്ള കാര്യങ്ങളുമൊക്കെയാണ്. എന്നാൽ ഈ കുത്തൊഴുക്ക് അവസാനിക്കുമ്പോഴും സ്ഥലത്ത് കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ പോലും ഈശ്വർ മാൽപ്പയെ സ്ഥലത്തിറങ്ങി പരിശോധന നടത്താൻ അനുവദിക്കാത്തതിൻ്റെ ഒരു ദണ്ണം കൂടെ നേരത്തെ മനാഫ് പറഞ്ഞു വെക്കുകയുണ്ടായി. നാളെ വീണ്ടും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.